ശ്രീ പ്രഭാകരൻ പയ്യന്തട്ടയുടെ വൈകി വന്ന വസന്തം എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് മുക്കാസ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇന്ന് നടക്കുന്നത്. കോവിഡിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ പുസ്തക പ്രകാശനം. കഴിഞ്ഞ 9 മാസമായി നമ്മുടെ ലോകമാകെ ഈ മഹാമാരിയെ അനുഭവിച്ചറിയുകയാണ്. സ്വാഭാവികമായും തൊഴിലെടുക്കുന്ന ഒരുപാട് പേർ, പ്രത്യേകിച്ചും അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, ഇവരെല്ലാവരും തന്നെ സ്വന്തം വീട് എന്നുള്ള ഗൃഹക്കാത്തിരുന്ന് അവിടുത്തെ പിഞ്ചോമനകളെ പ്രിയപ്പെട്ട അധ്യാപകനായി മാറിയ പ്രഭാകരൻ മാഷ് എന്തായാലും ഈ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത കുറെ കാലം ഒളിപ്പിച്ചു വെച്ച് നടന്നു. ചിലപ്പോൾ തന്റെ ക്ലാസ് മുറികളിലെ കുട്ടികളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ പ്രകടമായിട്ടുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഈ കോവിഡ് കാലത്താണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ മുഖപുസ്തകത്തിൽ ധാരാളം കുറിച്ചിടാൻ, അത് ആളുകൾ ആകാംക്ഷയോടെ താല്പര്യത്തോടെ വായിക്കുകയും അതിന് കമന്റ്സുകൾ ഇടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ പ്രോത്സാഹനമായി അത് മാറി. കൂടുതൽ എപ്പിസോഡുകളിലേക്ക് അത് പോവുകയും ഒരു വലിയ പുസ്തകമായി മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. ആ പുസ്തകത്തിന്റെ ഓരോ താളുകളിലും സാഹിത്യത്തിന്റെയും പ്രകാശനം എന്ന് പറയുന്നത് എപ്പോഴും തോന്നിയാക്ഷരങ്ങൾ, നമുക്ക് തോന്നുന്നതാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നാടൻ പയമയെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. സാധാരണയായിട്ടൊരു സാഹിത്യകാരന്റെ ആദ്യത്തെ കൃതി ചിലപ്പോൾ കവിതകളായിരിക്കാം, ചിലപ്പോൾ കഥകളായിരിക്കാം, ചിലപ്പോൾ നോവലായിരിക്കാം, ചിലപ്പോൾ നാടകമായിരിക്കാം, ചിലപ്പോൾ വൈജ്ഞാനികമായ ലേഖനങ്ങളായിരിക്കാം. പ്രഭാകരൻ മാഷ് എല്ലാം എഴുതിയെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കവിത മാത്രം ഇതിന്റെ അകത്തേക്ക് കടന്നില്ല എന്ന് മാത്രം. കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ കൃതിയില് കഥകളുണ്ട്, സ്മൃതിക്കുതിപ്പുകളുണ്ട്, നാട്ടുപുരാണങ്ങളുണ്ട്, സ്ഥലനാമ നിഷ്പത്തി കഥകളുണ്ട്, ഗണിത ലേഖനങ്ങളുണ്ട്, രുചിവിശേഷങ്ങളുണ്ട്, നാട്ടുപയമകളുണ്ട്, ഫാന്റസിയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുമകൾ ചേർന്ന ഒരു പലമയായി പുസ്തകം മാറുകയാണ്. 57 കുറിപ്പുകൾ 128 പേജുകളിൽ നിരത്തിയിട്ടിരിക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിക്കാൻ എല്ലാവർക്കും താല്പര്യം. ഒന്ന്, കാരണം അതിന്റെ വലിപ്പക്കുറവാണ്. ക്യാപ്സ്യൂൾ പാകത്തിൽ വരുമ്പോഴാണ് വായനക്കൊരു സുഖം കിട്ടുക. പ്രഭാകരൻ മാഷിന്റെ രചനകളെല്ലാം വളരെ ചെറുതാണ്, അതിന് നല്ല റീഡബിലിറ്റിയും ഉണ്ട്. കവിയാണ്, ഗണിത ബോധമുള്ള, ചരിത്രബോധമുള്ള, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മാഷിലൊന്നില്ല, ഒരു നല്ല എഡിറ്റർ ഇല്ല എന്ന് ഞാൻ വിമർശനപരമായി പറയാം. എന്ത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമുക്കെന്നെ ആലോചിക്കാലോ, കുറച്ചുകൂടി എഴുതിയിരുന്നെങ്കിൽ ഒരു ചെറുകഥാസമാഹാരം ഇറക്കാം. കുറച്ചുകൂടി ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ലേഖനകൃതി ഇറക്കാം, ഒരു സ്മൃതി ഓർമ്മക്കുറിപ്പ് പോലെ ഇറക്കാം, ചരിത്ര പദനിഷ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 പുസ്തകങ്ങൾ ഇറക്കാനുള്ള കോപ്പിന്റെ അകത്തുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വിമർശനം നടത്തിയത്. കൊടുത്തതിനെ കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയുമില്ലാതെ മാഷ് എനിക്ക് തോന്നുന്ന വാചകങ്ങൾ, എന്റെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അത് ഫേസ്ബുക്കിൽ പകർത്തി വെക്കുകയാണ്. അത് പിന്നീട് കടലാസിന്റെ രൂപത്തിൽ മാറുകയാണ്. ഫേസ്ബുക്ക് ഉള്ളത് കൊണ്ട് ഉള്ള ഒരു ഗുണം, അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പോൾ എഴുതി വെക്കാം.
മാത്രമല്ല അത് നമുക്ക് തന്നെ ആരുടെയും സഹായമില്ലാതെ പ്രകാശനം ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ആനുകാലികത്തിൽ ഏതെങ്കിലും ഒരു കഥയോ കവിതയോ അച്ചടിച്ചു വന്നാൽ അതിന് പ്രതികരണം കിട്ടാൻ വേണ്ടി 2-3 ലക്കങ്ങൾ കാത്തിരിക്കാം. അത് തന്നെ പത്രാധിപർ കൊടുത്തെങ്കിലായി ഒരു കഥ ഒരു വാരികയിൽ അച്ചടിച്ചു വന്ന അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ മാത്രമേ ആരെങ്കിലും ഒരു പത്രാധിപർക്കുള്ള കത്ത് എഴുതുകയുള്ളൂ. ഈ കഥ കൊള്ളില്ല എന്നോ കൊള്ളുമെന്നോ ഒക്കെ പറഞ്ഞൊരു കത്ത്. എന്നാൽ ഇത് എഴുതിയിട്ട് അവസാനിക്കുന്ന നിമിഷത്തിൽ തന്നെ വായനക്കാരൻ ഇടപെടുകയും അത് ഇന്നത് ശരിയായില്ല, ഇന്നത് ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകൾ അപ്പം തന്നെ പ്രത്യക്ഷപ്പെടുകയും ഇതൊരു വലിയ ഗുണമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാർക്ക് സ്വയം നവീകരിക്കാനുള്ള ഒരു ഇടം ഈ നവമാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ നേരത്തെ കൃഷ്ണമാഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആത്മാനുഭവത്തിന്റെ സമാഹാരമാണ്. സ്വന്തം അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ ആവിഷ്കാരമാണ് ഇവിടെ നടത്തുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഈടുവെപ്പായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ബാല്യമാണ് ഏതൊരു എഴുത്തുകാരന്റെയും ബാങ്ക് ബാലൻസ്. അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പിൽക്കാലത്ത് എല്ലാ എഴുത്തുകാരും ചെലവ് ചെയ്യുന്നത്. ബാല്യത്തിലുള്ള ആ നിഷ്കളങ്കമായ നോട്ടം, നിരീക്ഷണം, ഈ നിരീക്ഷണം പിൽക്കാലത്ത് എഴുത്തുകാരനായി രൂപപ്പെടുന്നതിൽ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. കാരണം അക്കാലത്താണ് നിഷ്കളങ്കമായ നിരീക്ഷണപാഠവും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഭാവന എന്നത് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമാകുന്ന കാലം ബാല്യകാലത്താണ്. അമ്പിളിമാമനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എനിക്ക് കുളിച്ചു തരുമോ എന്ന് ഒരു കുട്ടിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഭാവനയാണ്. മുതിർന്ന ആർക്കും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. മുതിർന്ന ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ ആരോടെങ്കിലും ഒരു അമ്പിളിമാമനെ കുറിച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കും, ഇയാൾക്കെന്തോ വട്ടാണെന്നാണ് പറയാം. പക്ഷെ ഒരു കുട്ടി അമ്പിളിമാമനെ കുറിച്ച് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്ന ആളുകൾ പറയും, നോക്കാം, ഇന്ന് വേണ്ട, നാളെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ പ്രോത്സാഹിക്കും. അമ്പിളി പൊങ്ങി നിൽക്കുന്നത് ആ മരക്കൊമ്പിന്മേൽ നിന്ന് ഓരോളം ദൂരത്തിൽ. ഇതൊരു കുട്ടിക്ക് മാത്രം തോന്നുന്നൊരു ഭാഗമാണ്. നമുക്ക് തോന്നുന്നത് നമ്മളാണെങ്കിൽ സൗരയൂഥത്തെ കുറിച്ചും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ നോക്കിയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ കുട്ടി മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമ്പിളി പൊങ്ങി നിൽക്കുന്നു, കൊമ്പിന്മേൽ നിന്ന് ഒരു കോഴി കൊണ്ട് തൊടാൻ പാകത്തിലാണ് അമ്പിളി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഭാവന നമ്മളെക്കാൾ എത്രയത്ര വിപുലമാണ്. പുസ്തകത്തിൽ നിരവധി കഥകൾ ഞാൻ തന്നെ ഫേസ്ബുക്കിലൂടെ വായിച്ചു കഴിഞ്ഞു. ഈ പുസ്തകം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. നമ്മുടെ പുരാണത്തെ സംബന്ധിച്ചു, നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ചു, ആധുനികതയെ സംബന്ധിച്ചുമെല്ലാം വിശദമായി തനി നാടൻ ഭാഷ പുസ്തകത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. മാഷിന്റെ രചനകൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഞാനും വായിക്കാറുണ്ട്. ഏതൊരു വായനക്കാരനും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുവാനും കൂടുതൽ അതിനോട് ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഒരു രചനാ രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഏതൊരു എഴുത്തുകാരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്നുള്ളത് തന്റെ രചനകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വരുന്ന ഈ കുറിപ്പുകളൊക്കെ തന്നെ സ്ഥിരമായി വായിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കഴിവുകളെ കുറിച്ച് വളരെ അടുത്ത് മനസ്സിലാക്കാൻ അതിനെ സാധിച്ചിരുന്നു. ഇവിടെ ഇപ്പോഴും പ്രകാശിതമായിട്ടുള്ള ഈ പുസ്തകം വൈകി വന്ന വസന്തം എന്ന അദ്ദേഹത്തിന്റെ ഈ നാട്ടുഭാഷയിലുള്ള വായനക്കുറിപ്പുകൾ തീർച്ചയായിട്ടും ഒരു വിലപ്പെട്ട രീതി തന്നെയാണ്. വെറും ഭയമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തമാശയായോ അല്ലെങ്കിൽ വളരെ എളുപ്പമായോ ഒക്കെ തോന്നാം. പക്ഷെ നാട്ടു നന്മ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമേ ആ നാട്ടുഭാഷ പ്രയോഗിക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ
ജീവിതത്തിന്റെ സ്നേഹം മൂടുന്ന മുടങ്ങുകൾ. രണ്ടാമത്തെ പ്രസിദ്ധീകരണമായ അമ്പി കൃഷ്ണകുമാറിന്റെ ഓർമ്മച്ചെടിയിലെ അധ്യാപകരുടെ പുസ്തകം ഈ കഴിഞ്ഞ ആഴ്ച ഈ കോവിഡ് കാലത്തിന് ശേഷം ആദ്യമായി നടന്ന പൊതുപരിപാടി എന്നതിൽ ഫോറസ്റ്റിന്റെ ഓഫീസിൽ നടന്ന ഇതുപോലെ പ്രകൃതിമായ ഒരു ചടങ്ങിൽ വെച്ച് കവിതയെ പ്രകാശനം ചെയ്ത രാജേഷ് പനീതയുടെ കവിത സമാധാനം മണികർണിക. അതുപോലെ ഇനി പ്രസിദ്ധീകൃതമാകാൻ അടുത്ത ദിവസത്തിന് പ്രസിദ്ധീകൃതമാകാൻ പോകുന്ന MP മിനിയുടെ കഥാസമാധാനം അതൊക്കെ തന്നെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രഭാകരൻ മാസ്റ്റർക്കും അതുപോലെ ഈ ചടങ്ങ് ഇവിടെ ഇത്ര ഭംഗിയായി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ സാഹിത്യ സംഘം കടന്നപ്പള്ളി യൂണിറ്റിനും ആശംസകൾ അറിയിച്ചുകൊണ്ടു എന്റെ വാക്കുകൾ നമസ്കാരം. പറഞ്ഞോ കയ്യോടൊക്കെ മതി, അത്രേ ഉള്ളൂ. ഒരു സാഹിത്യ ലോകത്തിൽ ലബ്ധപ്രതിഷ്ഠരായ സാഹിത്യകാരന്മാർ നമ്മുടെ നാട്ടില് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാടുണ്ട്, നാട്ടില് കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ നമ്മുടെയൊക്കെ എഴുത്തുകൾ എത്രമാത്രം സ്വീകരിക്കപ്പെടുമെന്നുള്ളതിന് വളരെ പേടിയുണ്ടായിരുന്നു. അപ്പൊ ഇതും ഇതുപോലെ ഫേസ്ബുക്കിൽ എഴുതി അതിന്റെ ആയുസ് അതോടുകൂടി തീർന്നു എന്ന് തന്നെയാണ് കരുതിയത്. അപ്പൊ അങ്ങനെ അതൊക്കെ എഴുതിയതിനു ശേഷം ഒരു ദിവസമാണ് നമ്മുടെ ഇപ്പോ ഗംഗേട്ടൻ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്, ഇത് എന്തായാലും പുസ്തകമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചപ്പോഴാണ്. എന്നിട്ട് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു, ഇതൊക്കെ സ്വീകരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ പുസ്തകമാക്കുന്നത്, ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയതല്ലേ എന്ന് അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വളരെ കാര്യമായിട്ട് ഇടപെട്ടത് നമ്മുടെ സദാശിവൻ ഇരിങ്ങലാണ്, എന്റെ പ്രിയ സുഹൃത്ത്. ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടതാണ്. ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടത് ഒരാഴ്ച മുന്നേ മാത്രമാണ്. അദ്ദേഹമാണ് ഇത് എന്തായാലും മാഷ് ഒന്നും ചെയ്യണ്ട, അത് ആ ഫേസ്ബുക്കിലുള്ള അതൊന്ന് കോപ്പി പേസ്റ്റ് തന്നിട്ട് എന്റെ വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി എന്ന് മാത്രമാണ് മാഷ് പറഞ്ഞത്, സദാശിവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ മൊബൈലിൽ നിന്ന് അതൊന്ന് കോപ്പി ചെയ്തു അതിങ്ങനെ കുറെ ഈ പറഞ്ഞ 57 സാധനങ്ങളും ഇതുപോലെ അയച്ചതാണ്. പിന്നെ ബാക്കിയുള്ള വർക്കുകൾ മുഴുവനും സദാശിവനാണ് ചെയ്തത്. ഇപ്പോ വേണുമാഷൊക്കെ പറഞ്ഞതുപോലെ നല്ല ലേഔട്ടാണ്, പുസ്തകം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ഫോറസ്റ്റ് ബുക്സിന് മാത്രമാണ്. അപ്പൊ ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു പുസ്തക രൂപത്തിൽ. ഞാൻ എത്രയോ പുസ്തക പ്രകാശന ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, കൃഷ്ണനഗരത്ത് മാഷിന്റെയും അതുപോലെ KK സുരേഷ് മാഷും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നോ അങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇതിങ്ങനെ സാധിച്ച് വന്നത് വൈകിവസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി ആദരവോടുകൂടി തന്നെ പിടിച്ചറിഞ്ഞില്ല പ്രൗഢമായ ഈ സദസ്സിന് എല്ലാവിധത്തിലും നടത്തുന്നതാണ്. പ്രത്യേകിച്ചും പ്രധാനമാസ പുസ്തകത്തിന് ലഭ്യമായിട്ടുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഇത്രയും പ്രൗഢമായ ഒരു സദസ്സിന് ലഭ്യമാകുക എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും മഹത്വമാണ് എന്ന് പറയുന്നത്.